നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഓണം അടുത്തെത്തുകയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു നിർണായക വാർത്തയാണ് ഇപ്പോൾ വിവിധ റിപ്പോർട്ടുകളിൽ നിറയുന്നത്. നിരവധി മാസങ്ങളായി കുടിശ്ശികയായി തുടരുന്ന ക്ഷാമബത്ത, അതായത് DA സംബന്ധിച്ച് നിർണായക തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഓണം മുൻപ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അധിക തുക എത്തുമോ? 2% DA കൂടുതൽ അനുവദിക്കുമോ? ഇത് ആരെയൊക്കെ ബാധിക്കും? പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമോ? ഇതെല്ലാം വിശദമായി നോക്കാം. വീഡിയോ അവസാനിക്കുന്നത് വരെ കാണുക. കാരണം അവസാനം പറയുന്ന കാര്യമാണ് ജീവനക്കാരും പെൻഷൻകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം നിലവിലെ സാഹചര്യമാണ് മനസ്സിലാക്കേണ്ടത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. വരുമാനവും ചെലവും തമ്മിലുള്ള വലിയ അന്തരം സർക്കാർ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം മുതൽ വികസന പദ്ധതികൾ വരെ പല മേഖലകളിലും സാമ്പത്തിക നിയന്ത്രണങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയും വലിയ ചർച്ചയായത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ DA വർധന പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനങ്ങളിലും അതിനനുസരിച്ച് DA പരിഷ്കരണം സാധാരണയായി നടപ്പാക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം പല ഗഡുക്കളും അനുവദിക്കാതെ കുടിശ്ശികയായി തുടരുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുടിശ്ശികയിൽ നിന്ന് 2% DA അനുവദിക്കുന്ന കാര്യം ധനവകുപ്പ് സജീവമായി പരിഗണിക്കുന്നുവെന്നാണ് വിവരം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇതുവരെ സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. അതിനാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അന്തിമ തീരുമാനം സർക്കാർ ഉത്തരവ് വന്ന ശേഷമേ ഉറപ്പാക്കൂ. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം ചർച്ചയാകുന്നത്? അതിന് പ്രധാന കാരണം ഓണമാണ്. ഈ വർഷം ഓഗസ്റ്റ് അവസാന വാരത്തിലാണ് ഓണം. എല്ലാ വർഷവും ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നേരത്തെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ ഇത്തവണയും ശമ്പള ബില്ലുകൾ നേരത്തെ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഓണവിപണി ആരംഭിക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സൂചനകളുണ്ട്. അതോടൊപ്പം DA പ്രഖ്യാപനവും വന്നാൽ ജീവനക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമാണ്. ഇനി 2% DA എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? DA അഥവാ ക്ഷാമബത്ത എന്നത് വിലക്കയറ്റം മൂലം ജീവനക്കാർക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് നൽകുന്ന നഷ്ടപരിഹാര സ്വഭാവമുള്ള ആനുകൂല്യമാണ്. വിലക്കയറ്റം ഉയരുമ്പോൾ ജീവനക്കാരുടെ വാങ്ങൽ ശേഷി കുറയാതിരിക്കാനാണ് DA നൽകുന്നത്. സാധാരണയായി ഇത് അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അതിനാൽ ഓരോ ജീവനക്കാരനും ലഭിക്കുന്ന വർധന വ്യത്യസ്തമായിരിക്കും. ഉയർന്ന അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് കൂടുതൽ തുകയും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് അതിനനുസരിച്ച് ഒരു DA ഗഡു അനുവദിച്ചാൽ സംസ്ഥാനക്കാർക്കും സമാനമായ രീതിയിൽ ക്ഷാമാശ്വാസ വർധന ലഭിക്കാനുള്ള ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ സർക്കാർ ഉത്തരവുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ തീരുമാനം സർക്കാർ എടുക്കുമോ എന്ന കാര്യത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. ജീവനക്കാരുടെ സംഘടനകൾ ഏറെ നാളായി കുടിശ്ശിക DA അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഓണക്കാലത്തെ അധിക ചെലവുകളും കുടുംബങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളും പരിഗണിച്ച് സർക്കാർ അനുകൂല തീരുമാനം എടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നവയാണ്. എന്നാൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഔദ്യോഗിക ഉത്തരവ് വരുന്നതുവരെ ഇത് അന്തിമ തീരുമാനമായി കാണാൻ കഴിയില്ല. സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ ഇത് തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. എത്ര തുക ലഭിക്കും, ആരൊക്കെ അർഹരാകും, കുടിശ്ശിക എങ്ങനെ കണക്കാക്കും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകൂ. അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങളിൽ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. അടുത്ത ദിവസങ്ങൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വളരെ നിർണായകമായിരിക്കും. ഓണം അടുത്തെത്തുന്നതിനാൽ സർക്കാർ ഏതു സമയത്തും ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രഖ്യാപനം വന്നാൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അതിനാൽ ഏറ്റവും പുതിയ ഔദ്യോഗിക അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഈ വിഷയത്തിൽ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്ന മുറയ്ക്ക് അതിലെ ഓരോ വ്യവസ്ഥയും വിശദമായി പരിശോധിച്ച് ആരൊക്കെ പ്രയോജനം നേടും, എത്ര വർധന ലഭിക്കും, പെൻഷൻകാരെ എങ്ങനെ ബാധിക്കും, കുടിശ്ശിക സംബന്ധിച്ച തീരുമാനം എന്താകും എന്നതെല്ലാം പ്രത്യേക വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.